ഒരു വലിയ സിനിമ ചെയ്തത് പിന്നീട് ഏത് ഇഷ്ടമുള്ള സിനിമ ചെയ്യാനായിട്ടൊരു ബാധ്യതയാവരുത്. അത് ഇവർക്ക് ആയിട്ടില്ല എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷവും അഭിമാനവും തോന്നുന്ന കാര്യം. എനിക്ക് എന്താ ഇവിടെ നടക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്തോ കണ്ടു. ഇപ്പോൾ ഐ തിങ്ക് ഐ നീഡ് ടു വാച്ച് ഇറ്റ് ലൈക്ക് 5 പ്രാവശ്യമെങ്കിലും കാണണേ. സാധു മനുഷ്യൻ പാവം. വെരി വെരി ഹാപ്പി. ഇങ്ങനത്തെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. സോ ഐ റിയലി ഹോപ്പ് ദാറ്റ് I've given it justice and I've made them happy as well. Yeah. ഭയങ്കര ഈസി ആയിരുന്നു. അവൻ എന്ത് ടാലന്റഡ് ആ. അപ്പം അത്രയ്ക്ക് ടാലന്റഡ് ആയ ഒരാളോട് ജോലി ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഈസി. ഇറ്റ് വാസന്റ് ഹാർഡ് അറ്റ് ഓൾ. സ്ലോലി ഡേ ബൈ ഡേ ഞാൻ എങ്ങനെയോ ഓരോന്നിങ്ങനെ ലെയർ പീൽ ചെയ്ത് കൊണ്ടുവന്നൊരു സാധനമാണ്. സോ ഐ എം വെരി ഹാപ്പി. താങ്ക് യു ടു അമ്മ. ഇന്ന് എനിക്ക് അമ്മേനെ ആദ്യമായിട്ട് സ്ക്രീനിൽ കാണാൻ പറ്റി. സോ വെരി താങ്ക്ഫുൾ ടു ഹിം. വെരി താങ്ക്ഫുൾ ടു ഗണപതി ഓൾസോ. എന്നെ എങ്ങനെയോ കണ്ടുപിടിച്ചു. സോ വെരി ഹാപ്പി. അതിപ്പോ പറയാൻ പറ്റില്ല. പറഞ്ഞാ പിന്നെ അത് പോയില്ലേ, ത്രില്ല് പോയില്ലേ. ഐ തിങ്ക് സത്യം പറഞ്ഞാൽ അവളുടെ ലോയൽറ്റി, അവളുടെ മകനോടുള്ള ലോയൽറ്റി ഇസ് സംതിങ് ദാറ്റ് ഐ റിയലി ഫീൽ വെരി ക്ലോസ് ടു. ഞാനും അങ്ങനെ തന്നെയാണ് വിത്ത് ദ പീപ്പിൾ ദാറ്റ് ഐ ലവ്. എങ്ങനെയുണ്ടായിരുന്നു തിയേറ്ററിൽ? സൂപ്പറായിരുന്നു. ലൊക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ലൊക്കേഷനൊക്കെ എല്ലാരും ഫ്രണ്ട്സ് പോലായിരുന്നു. ഇപ്പൊ എന്താ ഫാമിലിക്ക് എന്താ പറഞ്ഞേ കണ്ടപ്പോ? അമ്മ പറഞ്ഞു, എന്താ പറഞ്ഞേ? അമ്മയൊക്കെ നല്ലത് തന്നെ പറഞ്ഞു. എല്ലാരും നല്ലതാണ്. എല്ലാവരുടെ കയ്യടിയൊക്കെ കണ്ടപ്പോ എനിക്കും സന്തോഷമായി. സന്തോഷമായോ? ഞങ്ങള് സാധു മനുഷ്യൻ പാവം. ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു എന്റെ സിനിമ റിലീസാണ് വരണം എന്ന് പറഞ്ഞു കാണാനായിട്ട്. അവന്മാരോടൊന്നും പറഞ്ഞില്ല, പക്ഷെ അവന്മാരുടെ പോസ്റ്ററൊക്കെ കണ്ട് അവന്മാരെ അറിഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞു? അവന്മാരൊക്കെ നീ ബാലിന്റെ പടത്തിൽ അഭിനയിച്ചോ അങ്ങനെയൊക്കെ ചോദിച്ചു. ടോവിനോട് കൂടെയാണോ അഭിനയിക്കുന്നതൊക്കെ പറഞ്ഞായിരുന്നോ? ഇല്ല, അതൊന്നും അവന്മാർക്ക് അറിയില്ല. ഐ ഫീൽ ഹാപ്പി. ഫൈനലി പടം പുറത്തു വന്നു, എല്ലാവരും കാണുന്നു. ലൈക്ക് ഗെറ്റിംഗ് ഗുഡ് റെസ്പോൺസ്. വെരി ഹാപ്പി ദാറ്റ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു. ഒരു അമ്മയുടെയും മകന്റെയും കണക്ഷൻ. എല്ലാ സിനിമയിലും കണക്ഷൻസ് വർക്ക് ആകുമ്പോഴാണ് സിനിമ വർക്കാവുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിത് സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് സിനിമയോടുള്ള ഭയങ്കരമായിട്ടുള്ള സ്നേഹവും അഭിനിവേശവും ഉള്ള ആൾക്കാർക്കാണ് ഇങ്ങനെ. അതായത് മഞ്ഞുമൽ ബോയ്സ് പോലത്തെ ഇത്രയും വലിയൊരു ഹിറ്റിന് ശേഷം ചിതു ആണെങ്കിലും ജിത്തു ആണെങ്കിലും അവിടെ ആവേശത്തിന് ശേഷം ഇവർ ഒന്നിക്കുന്നൊരു സിനിമ എന്ന് പറയുമ്പോൾ ഇവർക്ക് വലിയ സ്കെയിലിൽ വേറെ അങ്ങനെയൊക്കെ ചിന്തിക്കാമായിരുന്നു. അതിനേക്കാളും സിനിമ എന്നുള്ള മാധ്യമത്തിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് കൂടുതൽ ഞാൻ കണ്ടത്. അതെ, അതെന്ന് വെച്ചാൽ എനിക്ക് ഇവരെ നേരത്തെ പരിചയം കൂടെ ഉള്ള കാരണം കൊണ്ട് അവർക്ക് ഒരു പക്ഷേ ഇപ്പോഴും ഞാനത് പറയാറുണ്ട്, ഞാൻ മനസ്സിലാക്കിയതിനേക്കാളും കൂടുതൽ എൻ്റെ കൂട്ടുകാരാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അവരായിരിക്കും നമുക്ക് ഏറ്റവും നല്ല വേഷങ്ങൾ തന്നിട്ടുള്ളത്. അതെ, ഗംഭീര പെർഫോമൻസുകളാണ്. ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാവരും, പിള്ളേരാണെങ്കിലും ആദിശേഷനാണെങ്കിലും ശ്രീനാനാണെങ്കിലും അമ്മയായിട്ട് ചെയ്തിട്ടുള്ള ഫർസാനയാണെങ്കിലും ബീന ആന്റണി ചേച്ചി, ജീൻ, ഗിരീഷേടി തുടങ്ങിയ സിനിമയിൽ ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങളിൽ വന്നിട്ടുള്ള എല്ലാവരും ഭയങ്കര രസമായിട്ട് ചെയ്തതായിട്ടാണ് തോന്നിയത്. അതെ, ഗട്സ് എന്ന് പറഞ്ഞാൽ അത് സിനിമ ചെയ്യുമ്പോൾ ഒരു വലിയ സിനിമ ചെയ്തത് പിന്നീട് ഏത് ഇഷ്ടമുള്ള സിനിമ ചെയ്യാനായിട്ടൊരു ബാധ്യതയാവരുത്. അത് ഇവർക്ക് ആയിട്ടില്ല എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷവും അഭിമാനവും തോന്നുന്ന കാര്യം. ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന പോലുള്ള സിനിമകൾ ഇനി അവർക്ക് എടുക്കാൻ ഒരുപാട് പറ്റട്ടെ. ചെറുതും വലുതും മീഡിയം സൈസും ഒക്കെ പറ്റട്ടെ. അടിപൊളി പടമാണ്, ഉഗ്രൻ സിനിമയാണ്. അതിൽ കാസ്റ്റ് എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. സിനിമയാണ്, വലിയ കാസ്റ്റ് ഇല്ലാതെ. കാസ്റ്റ് എന്ന് പറയുമ്പോഴും ആ ടോവിനെ പറ്റി പറയുമ്പോൾ സ്റ്റാർഡം അല്ലായിരുന്നു, ആക്ടറിനെയായിരുന്നു അവർക്ക് വേണ്ടത്. അത് എത്രത്തോളം വർക്കായി? നന്നായിട്ട് വർക്കായി. കാരണം ഇപ്പം ഈ സിനിമയുടെ ഏറ്റവും വലിയ സ്റ്റാർസ് എന്ന് പറയുന്ന ടെക്നീഷ്യൻസ് ആണ്. ഇപ്പം സിനിമ എടുക്കുന്ന എല്ലാവരും ടെക്നീഷ്യൻസിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അപ്പം ആക്ടേഴ്സിനെക്കാട്ടിലും ടെക്നീഷ്യൻസ് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് എപ്പോഴും നമുക്ക് കാണാൻ പറ്റുമോ സ്ക്രീനിൽ. അത് ഇതിൽ വളരെ എവിഡൻ്റ് ആണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ആക്ടേഴ്സും അതിനൊപ്പം തന്നെ പെർഫോമൻസും എല്ലാവരും അടിപൊളിയായി ചെയ്തിട്ടുണ്ട്.